ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് 2 മുട്ടയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനൊന്ന് ഉടച്ചു കൊടുക്കണം. മുട്ട ഇതിലേക്ക് ഉടച്ചുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണത്, അത് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാടത്തെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മാത്രം വെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെണ്ണ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഓയിൽ മാത്രം വേണമെങ്കിൽ ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെണ്ണ ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെണ്ണ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഈ മുട്ടയുടെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഇതുപോലെ ഒരു ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അടുത്ത ഭാഗം തിരിച്ചു വെക്കണം. ഇത് 2 ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേകാനായിട്ട് വെക്കണം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിനെ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മെല്ലെ വേണം കേട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞു. ഇനി മെല്ലെ ഇതിനൊന്ന് സൈഡിലുള്ളതിന് സെൻറ്ററിലേക്ക് തിരിച്ചു വെക്കുക. ഇതുപോലെ. അതിനുശേഷം ഈ ഒരു സൈഡിലുള്ള ബ്രെഡിന് വേറൊരു സൈഡിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഞാൻ അതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോസിന്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.